നിലമ്പൂരിൽ PV അൻവറിൻ്റെ ഒരു സെറ്റ് പത്രിക തള്ളി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നൽകിയ പത്രികയാണ് തള്ളിയത്. ഇതോടെ അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വരും. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, PV അൻവറിൻ്റെ ഒരു സെറ്റ് പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സാധിക്കില്ല, ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കില്ല. അൻവറിന് സ്വതന്ത്രനായി ജനവിധി തേടേണ്ടി വരും. അൻവർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ശിവദാസ്. അനിൽ നമ്പ്യാർ, PV അൻവർ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട പരിശോധനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൂക്ഷ്മ പരിശോധനയാണ്. ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടിയിരുന്ന അവസാന തീയതി. ഇന്നലെ PV അൻവർ 2 സെറ്റ് പത്രികയാണ് നൽകിയത്. ഒന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നതിനും മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മത്സരിക്കുന്നതിനും. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. എങ്കിലും അതിൽ അവസാന വട്ട പരിശോധനകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയല്ല എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് അത്തരത്തിലാണ് PV അൻവർ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ദേശീയ പാർട്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. ഇതാണ് ഈ പത്രിക തള്ളാനുള്ള പ്രധാന കാരണം. പക്ഷേ അത് PV അൻവറിന് മത്സരിക്കാം. കാരണം അദ്ദേഹം 2 സെറ്റ് പത്രിക നൽകിയത് കൊണ്ട് തന്നെ സ്വതന്ത്രനായി PV അൻവറിന് മത്സരിക്കാൻ കഴിയും. ഓട്ടോറിക്ഷ ആണ് അദ്ദേഹം ചിഹ്നമായി ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ PV അൻവറിന് മത്സരിക്കാൻ കഴിയും. കഴിഞ്ഞ തവണയും അതിന് തൊട്ടു മുൻപുള്ള പ്രാവശ്യവുമെല്ലാം തന്നെ PV അൻവർ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ തന്നെയായിരുന്നു മത്സരിച്ചത്. ഇത്തവണയും അതേ ചിഹ്നം തന്നെ വേണം എന്നുള്ള ഒരാഗ്രഹം തനിക്കുണ്ട് എന്ന് PV അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുക എന്നും PV അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ PV അൻവറിൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ആഗ്രഹത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ഒരു അവകാശമായിരിക്കും ഇനി PV അൻവറിന് ഉണ്ടാവുക. എന്തായാലും 2 സെറ്റ് പത്രിക സമർപ്പിച്ചത് കൊണ്ട് തന്നെ PV അൻവറിന് നിലവിൽ മത്സരിക്കാനുള്ള സാധ്യത പത്രിക തള്ളിയതിന് ഇപ്പോൾ കാരണം പറയുന്നത് മതിയായ ഒപ്പുകൾ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, അൻവർ പറയുന്നത് പത്രിക തള്ളിയിട്ടില്ല, തൽക്കാലം പത്രിക മാറ്റിവെച്ചു എന്നാണ്. ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ദേശീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ ഒരു കണക്കുണ്ട്. ആ കണക്കിൽ ഉള്ള ഒപ്പ് ഇല്ല എന്നാണ്. 10 പേരുടെ ഒപ്പ് വേണം എന്നൊരു നിർദ്ദേശം ഉണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയാണ് തുടർന്നു വന്നിരുന്നത്. പക്ഷേ അത്തരത്തിൽ 10 പേരുടെ ഒപ്പ് ഈ അൻവർ നൽകിയിരുന്ന ഈ ഒരു നാമനിർദ്ദേശ പത്രികയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പത്രിക തള്ളിയിരിക്കുന്നത്. പക്ഷേ PV അൻവർ പറയുന്നത് ഇപ്പോഴും പത്രിക തള്ളിയിട്ടില്ല, അതിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് PV അൻവർ പറയുന്നത്. പക്ഷേ കൃത്യമായി തന്നെ അത് തള്ളി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അവസാന വട്ട പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതിൽ പ്രാഥമികമായ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പത്രിക തള്ളും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ PV അൻവറിന് മത്സരിക്കാൻ കഴിയും എന്നുള്ളതാണ് അൻവറിനെ സംബന്ധിച്ച് ഒരു ആശ്വാസമായുള്ള ഒരു ഘടകം. കാരണം ആ PV അൻവറിനെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നവും അഭിമാന പോരാട്ടവും കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേത്. കാരണം LDF-നെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് LDF-ൽ നിന്നും വിട്ടുവന്ന PV അൻവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി UDF മുന്നണി പ്രവേശനത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ UDF മുന്നണി പ്രവേശനം ഇപ്പോഴും സാധ്യമായില്ല. അവസാന നിമിഷം വരെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം വരെ PV അൻവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ ഫലിച്ചില്ല. പിന്നീട് ഏറ്റവും ഒടുവിൽ PV അൻവറിന് മത്സരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും എന്നുള്ള ഒരു ആശങ്ക PV അൻവറിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി PV അൻവറിന് മുന്നിലുള്ള ഏക വഴി. കാരണം LDF-ൽ നിന്നും വിട്ടു UDF-ലേക്ക് എടുക്കുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുൾ അടഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഏക വഴി സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 തവണ ഇടത് പിന്തുണയിൽ ആണ്
ആണെങ്കിൽ പോലും PV അൻവർ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില സ്വാധീനം PV അൻവറിന് ഈ മണ്ഡലത്തിൽ ഉണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് എത്രത്തോളം വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം PV അൻവറിനും അത്തരത്തിലുള്ള പേടിയും ആശങ്കയും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ താൻ മത്സരിക്കുന്നില്ല, തനിക്ക് അതിനുള്ള ശേഷിയില്ല, പണമില്ല എന്നെല്ലാം പറഞ്ഞ് PV അൻവർ ഒഴിഞ്ഞു മാറിയത്. പക്ഷേ അവസാന നിമിഷത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളും മറ്റ് ദേശീയ നേതൃത്വവും അടക്കം ആണ് PV അൻവറിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതും ഒടുവിൽ PV അൻവർ മത്സരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തതും PV അൻവർ നാമനിർദ്ദേശ പത്രിക നൽകിയതും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൽ ഒരു സെറ്റ് നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഏറെക്കുറെ തള്ളി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനവട്ട പരിശോധനകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും തള്ളിയാൽ പോലും PV അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാം എന്നൊരു സ്ഥിതി ഉണ്ട്. കാരണം അദ്ദേഹം 2 സെറ്റ് പത്രിക നൽകിയത് കൊണ്ട് തന്നെ ഒരു സെറ്റ് പത്രിക എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ മറ്റ് തെറ്റുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്വതന്ത്രനായി മത്സരിക്കാം എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ശിവദാസ് അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തീരുമാനം വൈകും, തള്ളി എന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് PV അൻവർ ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനം പിന്നീട് എന്ന രീതിയിലാണ് അൻവർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് PV അൻവറിൻ്റെ പ്രതികരണം ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇത് തള്ളി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഇതിൻ്റെ അന്തിമഘട്ട പരിശോധനകൾ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആലോചിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം താൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തനിക്ക് താല്പര്യം. അത്തരത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് പാർട്ടി ദേശീയ നേതൃത്വവും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഈ ഒരു നാമനിർദ്ദേശ പത്രിക പൂർണ്ണമായും തള്ളി എന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല എന്ന് PV അൻവർ പറയുന്നു. അതിൻ്റെ അവസാന വട്ട പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൽ കൃത്യമായൊരു പ്രതികരണം തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ട് എന്നും PV അൻവർ പറയുന്നുണ്ട്. യെസ്, നിലമ്പൂരിൽ PV അൻവറിൻ്റെ ഒരു സെറ്റ് പത്രിക തള്ളി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നൽകിയ പത്രികയാണ് തള്ളിയത്. ഇതോടെ അൻവറിന് സ്വതന്ത്രനായി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. ശിവദാസ് കന്മനമാണ് നിലമ്പൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.